എന്തായാലും കുഴപ്പമില്ല, ഞാനിത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ. കൊല്ലക്കാരന്റെ മുല്ലപ്പൂ നെമ്മീൻ ചൂര 11 മണിയാകുമ്പോഴത്തേക്ക് നല്ല കച്ചവടം. ഹായ്, നമസ്കാരം. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചന്ത, നമ്മുടെ ചിറക്കര ചന്ത. അപ്പൊ ആ ഒരു ചന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല വെറൈറ്റി ഐറ്റം മീനുകളുണ്ട്. വേള, ചൂര, നെമ്മീൻ എല്ലാം ഉണ്ട്. ആ ഒരു വയലിന്റെ കരയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ചന്ത ആ ഒരു ഭാഗത്താണ്. വളരെ മനോഹരമായ ഒരു വയലാണ്. അപ്പൊ ആ വയലിന്റെ നടുക്കായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവിടെ മീൻ മാത്രമല്ല, നമുക്ക് ഈ ഒരു സൈഡിനൊക്കെ കണ്ടില്ലേ, അവിടെ കുറേ പോത്തിറച്ചിയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. പോത്തിനെ വെട്ടുന്നുണ്ട്. അപ്പം പോത്തിറച്ചി വേണ്ടവർക്ക് അവിടെ നിന്ന് പോത്തിറച്ചി വാങ്ങാം, ഇവിടെ വന്നിട്ട് മീൻ വാങ്ങാം. ഏതായാലും ഒരു ഉത്സവം കളറാണ് കേട്ടോ. അടിപൊളിയല്ലേ മീനെല്ലാം? മീൻ മൊത്തം മീനാ, ഭയങ്കര മീനാ, വില കൂടുതലാ. അവന്മാർ ഒരു കാണിക്കുന്നില്ല, ഭയങ്കര ഇല്ല. ഇവിടെ ചന്തപ്പിരിവില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ പിരിവില്ലാത്തതുകൊണ്ട് വില കുറവായിരിക്കും. അവന്മാര് പിരിവ് കൊടുക്കത്തുമില്ല, പിന്നെ വിലയും കൂടുതല്. കൊഞ്ചിന് കിലോ 600 രൂപ ഇവിടെ. 600 രൂപ വയ്ക്കുന്നത്. അത് ഞാനും നോക്കിയപ്പം വില ഇച്ചിരി വില കൂടുതലാ. പിരിവില്ല. അപ്പോഴേ വില ഫ്രീ ആണ് ഇവിടെ. പിരിവില്ല, അവന്മാര് വല്ല കൊടുക്കുന്നെങ്കിലേ ഉള്ളു അമ്പലത്തിലേക്ക്. അവർ കൊടുക്കത്തുമില്ല. മീൻ കച്ചവടക്കാർ 5 പൈസ കൊടുക്കൂല. ഇവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് അങ്ങനെ പൈസയോ വാടകയോ അങ്ങനെ ഒന്നുമില്ല, തറ ഫ്രീ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ചിറക്കര ക്ഷേത്രത്തിലെ ഉത്സവ ചന്തയുടെ വിശേഷങ്ങൾ. അണ്ണാ, ഒരു ഫ്ലൈറ്റ് ചന്തക്കകത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്, കാണോ? ഫ്ലൈറ്റ് ചന്തക്കകത്താ? എവിടെയുടെ പൊന്നോ, അതെന്തുവാടേ അത്? ഇതാണോ രാവിലെ ഇറങ്ങിയ ഫ്ലൈറ്റ്? ഇതാണ് ഫ്ലൈറ്റ്. കണ്ടില്ലേ അതിന്റെ ഒരു ഷേപ്പില്. അതിന്റെ അടുത്തോട്ട് കൊള്ളാം, അടിപൊളി മീൻ. ഇതെന്തോ മീൻ? കേര. ഇവിടെ കേര ചൂരയാണ് കേട്ടോ. ഇത് മൊത്തത്തിലൊന്നും വാങ്ങാൻ പറ്റില്ല, ഇത് ഒരു കടയ്ക്കുള്ളതുണ്ട് അല്ലേ? 80 കിലോ. ഈ ഒരു മീൻ 80 കിലോ ഉണ്ട് കണ്ടോ. കമ്പം മീൻ 80 കിലോ. എത്രയാണ് ഇപ്പൊ മീനൊക്കെ? 400 കിലോ. 400 രൂപ. ഇത് പാര, വേള. ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. കണ്ടില്ല, ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി തരും. ഉത്സവ ചന്ത എന്ന് പറയുമ്പോൾ ചിറക്കരയുമായി ബന്ധപ്പെട്ട്, വളരെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ ബന്ധമുള്ള നാടാണ് നമ്മുടെ ചിറക്കര. ചോള രാജാവായ കലികാല ചോളനുമായി ബന്ധപ്പെട്ട കഥയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഇതുള്ളത്. കണ്ണൂരിൽ മാടായിക്കാവാണ് ഈ ചിറക്കര ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. മാടായിക്കാവിൽ അവിടെ നിവേദ്യം എന്ന് പറയുന്നത് ചിക്കനും പയറുമാണ്. ഇവിടെ ഇത് ക്ഷേത്രത്തിലുപരി പണ്ട് കാലത്തെ കളരിയായിരുന്നു. കലികാല ചോളൻ ഇവിടെ വന്ന്, അല്ലെങ്കിൽ പിന്നെ കാളികുറുപ്പ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് കളരി സ്ഥാപിച്ച് ഇവിടെ ദേശിംഗനാട് രാജാവ് 10,000 ഏക്കർ പതിച്ചു കൊടുത്തു. ആ 10,000 ഏക്കറുടെ വിവിധ ഇടങ്ങളിൽ കാവുകളും ഉപക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചു. ഇവിടെ കളരിയും കാളീദേവിയും പ്രതിഷ്ഠിച്ച ഇടമാണിവിടെ. ലൈവായിട്ടൊക്കെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് തൂക്കിയൊക്കെ കൊടുക്കുവാണ്. ഒരുപാട് പേരുണ്ട്. കണ്ടില്ലേ മക്കളെ, വെറൈറ്റി മീനുകൾ. ഇവിടെ ഒരു ഹമ്പം മീൻ ഇരിക്കുന്നുണ്ടോ? കണ്ടില്ലേ, വലിയൊരു ചന്തയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന നമ്മുടെ ചിറക്കര ചന്ത. അത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ്, നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ചന്ത നടക്കുന്നത്. ചേട്ടൻ കണ്ട കൊല്ലംകാരന്റെ മുല്ലപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കൊല്ലംകാരന്റെ മുല്ലപ്പൂ എന്ന്. വെറൈറ്റി വിളികളാണ് മീൻ കച്ചവടം. ഓരോരുത്തരും ഓരോ വിളി വിളിച്ചോണ്ടിരിക്കുക സൈഡിൽ. കൊല്ലക്കാരന്റെ മുല്ലപ്പൂ 2,500. കൊല്ലക്കാരന്റെ മുല്ലപ്പൂ 2,500. കണ്ടില്ലേ, എവിടെ നോക്കിയാലും വെറൈറ്റി മീനുകളാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മള് ചിറക്കര ചന്തയുടെ അകത്ത് നിൽക്കുകയാണ്. ചന്ത എങ്ങനെയുണ്ട് രാവിലെ? പിന്നെ നല്ല തിരക്കല്ലേ. അതുമല്ല, കേരളത്തിലെ അങ്ങനെ അമ്പലത്തിലെ മീൻ കച്ചവടം അത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇവിടെ മാത്രമാണ്, ചിറക്കര. അതാണ് അമ്പലത്തിലെ ഈ ഒരു മീൻ കച്ചവട ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന നമ്മുടെ ചിറക്കര ചന്ത. ഇത് ചെമ്പല്ലിയാണോ? ചെമ്പല്ലിയൊക്കെ എങ്ങനെ വില?
ചെമ്പല്ലി കിലോ 300. ചെമ്പല്ലി കൊള്ളാം. ഇങ്ങനെ നമ്മൾ ഇത് വാങ്ങാന്ന് വിചാരിച്ചു. 800. അപ്പൊ ഇതെടുത്തോ. ഇവിടെ ചെമ്പല്ലി, ഇപ്പോഴും ചെമ്പല്ലിയാണ് അടിപൊളി. ചെമ്പല്ലിയുടെ കറി കൂട്ടിയിട്ട് തന്നെ കാര്യം. കിഴങ്ങൊക്കെ ഉണ്ട്. ചേട്ടാ ചീനിയൊക്കെ എങ്ങനെ വില? കൊള്ളാം, ഇരട്ട ചീനി 2.5 കിലോ 100 രൂപ. അപ്പൊ ഇവിടെ വന്ന ചീനിയും മീനും എല്ലാം വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ മീനും വാങ്ങിച്ച്, മീൻ കൊള്ളാം. ഇന്ന് മീൻ പൊരിച്ച് തിന്നണം. പൊരിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? ഓ, പൊരിച്ച് തിന്നാൻ വന്ന ഒരു കഷ്ണം തരാം. അതിലും കുഴപ്പമില്ല, ഞാനിത് എന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ. എടേ ഒരെണ്ണവിൽ തന്നിട്ട് പോടാ. അവൻ മീൻ കൊണ്ടുപോയി. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്.